സ്കൂളുകളിൽ പരീക്ഷാ മൂല്യനിർണ്ണയത്തിന് ശേഷം തുടർ പഠന പിന്തുണ പരിപാടിയുമായി വിദ്യാഭ്യാസ വകുപ്പ് രംഗത്ത് വരുന്നു. അർദ്ധവാർഷിക പരീക്ഷാ മൂല്യനിർണ്ണയം അടിസ്ഥാനമാക്കിയാകും പിന്നീടുള്ള പ്രവർത്തനം. ഓരോ കുട്ടിയെയും ഓരോ യൂണിറ്റായി കണ്ട് വിലയിരുത്തും. വിദ്യാഭ്യാസ വകുപ്പ് ഇത് സംബന്ധിച്ചൊരു സർക്കുലർ പുറത്തിറങ്ങിയെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. 24 ബ്രേക്കിംഗുമായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഉമേഷ്, പറയൂ കൂടുതൽ വിവരങ്ങൾ. ഗുഡ് ഈവനിങ് എസ് കെ എൻ. നിലവിൽ സർക്കാർ പരീക്ഷ നടത്തിയിരുന്നത്, പരീക്ഷ നടത്തുന്നു, അതിനുശേഷം അതിൻ്റെ മൂല്യനിർണ്ണയം നടത്തുന്നു, മൂല്യനിർണ്ണയം നടത്തി അതിൻ്റെ ഒരു പാരൻസ് മീറ്റിംഗ് എല്ലാം വിളിച്ച് അതിൻ്റെ അവലോകനം കഴിഞ്ഞ് അവസാനിപ്പിക്കുന്നു എന്നുള്ള നടപടിയായിരുന്നു. പക്ഷേ ഈ നടപടിക്രമങ്ങൾ പൂർണ്ണ തോതിൽ മാറ്റാനാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്: ഇത്തരത്തിൽ അർദ്ധവാർഷിക പരീക്ഷകൾ, അതായത് ക്രിസ്മസ് പരീക്ഷകൾ നടത്തുന്നു. ക്രിസ്മസ് പരീക്ഷയുടെ മൂല്യനിർണ്ണയം അതിൽ 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഈ ഗ്രേഡിലേക്ക് താഴെ പോകുന്ന വിദ്യാർത്ഥികൾ അതാത് വിഷയങ്ങൾക്ക് അതേ രീതിയിൽ എടുക്കണം. എന്നിട്ട് ഓരോ കുട്ടിയും ഓരോ യൂണിറ്റായി കണ്ട് ഓരോ കുട്ടിയുടെയും പഠന പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്തണം. അതിന് ഏത് വിഷയമാണോ കുട്ടി പിന്നിലേക്ക് പോകുന്നത് ആ വിഷയം പഠിപ്പിക്കുന്ന അധ്യാപികയ്ക്കായിരിക്കും അതിൻ്റെ ചുമതല. ആ രീതിയിൽ ഓരോ വിഷയവും പ്രത്യേകം എടുത്ത് ഓരോ കുട്ടിയും പ്രത്യേക യൂണിറ്റായി കണ്ട് ഓരോ കുട്ടിക്കും പ്രത്യേക ചാർട്ട് തയ്യാറാക്കി അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകണം. 9ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഡി ഗ്രേഡ് മുതൽ ഈ നടപടികൾ ആരംഭിക്കണം. 1 മുതൽ 8ാം ക്ലാസ് വരെ ഈ ഗ്രേഡ് മാത്രം നോക്കിയാൽ മതി. അതായത് മാർക്ക് കുറവുള്ള സബ്ജക്റ്റ് കൃത്യമായി എടുക്കുക. അതിനുശേഷം അവർക്ക് പഠന സഹായം, ഏത് രീതിയിലുള്ള പഠന സഹായമാണ് അവർക്ക് നൽകേണ്ടത്, ആ പഠന സഹായം നൽകാൻ റിപ്പോർട്ട് ക്ലാസ് ടീച്ചർക്ക് നൽകണം. ക്ലാസ് ടീച്ചറിൻ്റെ കൂടി അനുവാദത്തോടു കൂടി പഠന സഹായം നൽകണം. ഏത് രീതിയിലുള്ള പഠന സഹായമാണ് നൽകുന്നത് എന്ന് അധ്യാപകർ രക്ഷകർത്താക്കളെയും അറിയിക്കണം. അതിനുശേഷം അതിന് കൃത്യമായ ഇടവേളകളിൽ ഇവാലുവേഷൻ നടപടികൾ നടത്തണം. ഇവാലുവേഷൻ നടപടികൾ കൃത്യമായി മാർക്ക് ചെയ്ത് രേഖപ്പെടുത്തി മുന്നോട്ട് പോവുകയും വേണം. 9ാം ക്ലാസ്സിലും ഈ നടപടി പൂർത്തീകരിക്കണം. എന്തായാലും ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ പരീക്ഷയെ തുടർന്നുള്ള തുടർ നടപടികൾ അത് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കൂടുതൽ ശാസ്ത്രീയമായി തന്നെ പരീക്ഷയെ സമീപിക്കാനും അതിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ട സഹായങ്ങൾ അത് കൃത്യമായി അധ്യാപകരിൽ നിന്ന് എത്തിച്ചു നൽകാനുമുള്ള ഒരു സർക്കുലറാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ.